ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2183. ഇന്ന് ഡിസംബർ മാസം 22-ാം തീയതി 356-ാമത്തെ ദിവസത്തിലെത്തി. വിശുദ്ധനായ ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ ആരംഭഭാഗം ഒന്നും കൂടി വായിച്ച് ധ്യാനിക്കേണ്ടതാണ്. നമ്മുടെ കർത്താവ് ദൈവരാജ്യത്തെക്കുറിച്ച് തന്റെ സുവിശേഷം അറിയിക്കുകയാണ്. ആ കടൽ തീരത്താണ്. എല്ലാ വിധത്തിലും ആളുകൾ തിങ്ങിക്കൂടിയിട്ടുണ്ട്. സൗകര്യാർത്ഥം ആ പടകിലൊക്കെ ഇരുന്നാണ് പഠിപ്പിക്കുന്നത്. വല കഴുകിക്കൊണ്ടിരുന്ന ആ ശീമോനും കൂട്ടരെയും നമ്മൾ കുറെ കൂടി അടുത്ത് കാണാൻ ശ്രമിക്കണം. എല്ലാ വിധത്തിലുമുള്ള ആത്മീയ അപ്പം വിളമ്പിയിട്ട് പതിയെ ശെമയോനോട് പറയുന്നുണ്ട്, മീൻ കിട്ടാനായിട്ട് ആഴത്തിൽ നീ വലയിറക്കുക. എല്ലാം അറിയുന്നവനാണ് ക്രിസ്തുയേശു. കാഴ്ചയ്ക്കപ്പുറത്ത് കൃത്യമായി വ്യക്തമായി കാഴ്ചപ്പാടുള്ള ആളാണ്. എന്നിട്ടും ശെമയോന്റെ ഒരു നിലവിളിയുണ്ട്, ഗുരു, കഴിഞ്ഞ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. ഒരു മീൻ പോലും വലയിൽ കുടുങ്ങിയില്ല. എല്ലാ അർത്ഥത്തിലും പരാജയപ്പെട്ട് നിരാശപ്പെട്ട് ആയിരിക്കുകയാണ്. എന്നാൽ നീ പറഞ്ഞതുകൊണ്ട് ഞങ്ങളത് ചെയ്യാം. എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ വീണ്ടും ഒരു ക്രിസ്മസ് വന്നണയാണ്. ഒന്നും കൂടി എല്ലാം ഒന്ന് ആരംഭിക്കാനായിട്ട് മനസ്സുണ്ട്. അങ്ങനെ ഒരു താല്പര്യമുണ്ട്. ഇതായി കഴിഞ്ഞ പുലരി വരെ, കഴിഞ്ഞ രാത്രി മുഴുവനും ഈ പുലരി വരെ പരിശ്രമിച്ചതൊക്കെ പാഴായിട്ടുണ്ടാവും. ഭംഗിയായി പരാജയപ്പെട്ടിട്ടുണ്ടാവും. ശരിക്ക് നാണം കെട്ടിട്ടുണ്ടാവും. എന്നാലും ഒന്നും കൂടി ആരംഭിക്കാനായിട്ട് മനസ്സുണ്ടോന്നാണ് ചോദ്യം. ഒന്നും കൂടി തുടങ്ങാനായിട്ട്, തുടങ്ങി വെക്കാനായിട്ട് ഒരു ധൈര്യമുണ്ടോ? അങ്ങനെ ഒരു ആവശ്യബോധമുണ്ടോ നമ്മുടെ ഉള്ളില്? എങ്കില് ഇത്തവണത്തെ ക്രിസ്മസ് അതിനുള്ള ഊർജമാണ് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി കാത്തുവെച്ചിരിക്കുന്നത്. അതിനെ കണ്ടെത്താനും ഉൾക്കൊള്ളാനും പറ്റണ്ടേ? ആലോചിച്ച് പാതിരാവില് എവിടെയെങ്കിലും ഒരു നക്ഷത്ര വെളിച്ചമുണ്ടാവുമോ? ഒരു സൂര്യനെ പോലെ ഒരു വെളിച്ചമുണ്ടാവും. ചന്ദ്രന്റെ വെളിച്ചമല്ല. ശരിക്കും എല്ലാ അർത്ഥത്തിലും അന്ധകാരത്തെ അകറ്റിക്കളയുന്ന പ്രകാശമാണ് കടന്നു വരുന്നതെന്ന് മുന്നമേ പറഞ്ഞിട്ടുണ്ട്, അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു വെളിച്ചം എന്റെയും ജീവിതത്തിലേക്ക് വന്നു വീണിരുന്നെങ്കിൽ കുറെ കൂടി വ്യക്തത ഉണ്ടാവുമായിരുന്നു എല്ലാ കാര്യങ്ങൾക്കും, അല്ലേ? എൻ്റെ കാഴ്ചയും കാഴ്ചപ്പാടും ഒന്നും കൂടി മാറി മറിഞ്ഞേനെ, ഒന്നും കൂടി വൃത്തിയായേനെ, അഴകുള്ളതായേനെ, കുറെ കൂടി ആഴമുള്ളതുമായേനെ. അതെ, ഇത്തവണത്തെ ജനന പെരുന്നാള് അതിനു വേണ്ടിയിട്ടാണ്. ഒന്നും കൂടി എൻ്റെ ജീവിതത്തെ അതിൻ്റെ പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ട്, വളരെ പരിമിതമായ വിഭവങ്ങളിൽ നിന്നുകൊണ്ട് ഒന്നും കൂടി ആരംഭിക്കാം. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ബലപ്പെടുത്തട്ടെ. ആമേൻ.